പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നേത്രങ്ങൾ തന്നെയാണ്. ജീവിതകാലം മുഴുവനും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നേത്രങ്ങൾ കാഴ്ചശക്തിയോടെ ഇരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എത്ര പ്രായമായാലും കണ്ണിനുള്ള അസുഖങ്ങളെ തീർച്ചയായും കണ്ടുപിടിക്കുകയും അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പ്രായമായ ശേഷം വരുന്ന കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ്, ഗ്ലോക്കോമ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടി വരിക, വയസ്സാവുമ്പോൾ വരുന്ന റെറ്റിന ചേഞ്ചസ്, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻസ്, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഞരമ്പ് തന്നെ വിട്ടുവരിക, ഇതുപോലെയുള്ള കുറേ അധികം അസുഖങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴാണെങ്കിലും നമുക്ക് അറിയേണ്ടതാണ്. നമുക്ക് ഇങ്ങനെയുള്ള അസുഖമുണ്ടോ, ഇത് കൂടാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്താൽ പൂർണ്ണമായ കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോക്കോമ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണ് എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിന് ധാരാളം മരുന്നുകൾ ഉപയോഗിക്കാം. അത്യാവശ്യമെങ്കിൽ ശസ്ത്രക്രിയ നടത്താം. അങ്ങനെ ജീവിതാവസാനം വരെ കാഴ്ച നിലനിർത്താൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. ഞരമ്പുകളുടെ ചേഞ്ചസ് സാധാരണഗതിയിൽ മാക്കുലർ ഡീജനറേഷൻസ് കാണുന്നത് അതിന് സ്മോക്കിംഗ് ഒരു വലിയ കാരണമാണ്. അപ്പോൾ സ്മോക്കിംഗ് നിർത്തുക, ഭക്ഷണം ശരിയായ സമയത്തും വേണ്ട തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുക, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, ഇതെല്ലാം കൊണ്ട് കാഴ്ചശക്തി തീരെ നശിച്ചു പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് സാധിക്കും. അടുത്ത കാലത്തായി നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം വളരെ അധിക തോതിൽ കണ്ടുവരുന്നു. വളരെ പ്രായം കുറഞ്ഞവർക്ക് പോലും പ്രമേഹം കാണാറുണ്ട്. അങ്ങനെ പ്രമേഹമുള്ളപ്പോൾ വളരെ കാലം പ്രമേഹം കൺട്രോൾ ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖം വരുന്നു. അത് റെറ്റിനയെ ബാധിക്കുന്ന കാഴ്ചക്കുറവാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ മാത്രമേ കാഴ്ചശക്തി നമുക്ക് അവസാനം വരെ പ്രിസർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ല, ചികിത്സകളൊന്നും ചെയ്യാതെ ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടുന്തോറും കാഴ്ചശക്തി കുറയുകയും തിരിച്ച് അത് പഴയതുപോലെ നോർമലാക്കി എടുക്കാൻ സാധിക്കാതെയാവുകയും ചെയ്യുന്നു.